blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ എപ്പിസോഡ് പ്രത്യേകിച്ച് ഈ എപ്പിസോഡിലൂടെ പല നിലകളിൽ ആത്മീയമായും അതുപോലെ ശാരീരികമായും മാനസികമായും എല്ലാം അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. വലിയ ഒരു ആഗ്രഹത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ഇന്നത്തെ എപ്പിസോഡ് വാച്ച് ചെയ്താലും ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് USA നിന്നും പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു കുടുംബമാണ്. പേരറിയില്ലെങ്കിലും നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കാരണം ഇന്നത്തെ ദിവസം ആ കുടുംബം ലോകം എമ്പാടുമുള്ള അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറുകയാണ്. അതുകൊണ്ട് തീർച്ചയായും അവർ അനുഗ്രഹിക്കപ്പെട്ടേ തീരും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാര്യയും ഭർത്താവിനെയും അങ്ങ് ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. അതുപോലെ കർത്താവെ, അവരുടെ ജീവിതത്തിൽ ലഭിച്ച രോഗസൗഖ്യത്തിനായി ഇപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. മറ്റനുഗ്രഹങ്ങൾക്കായും നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ മകൾക്കും ഭർത്താവിനുമായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവരുടെ 3 കുട്ടികളെയും അനുഗ്രഹിക്കുന്നു. ഡോക്ടറിലോയെ അനുഗ്രഹിക്കുന്നു. കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. നല്ല ആരോഗ്യവും അനുഗ്രഹങ്ങളും കർത്താവ് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ്റെ ജോലിക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ ഒരു സെക്യൂരിറ്റി നൽകണമേ. ദിവസം തോറുമുള്ള യാത്ര കുറയുവാൻ തക്ക രീതിയിൽ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ കുടുംബത്തെ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കും ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. കൂടാതെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ഓരോ ആഴ്ചയിലും നടക്കുമ്പോൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. അതുപോലെ തന്നെ ഞായറാഴ്ചകളിലെ ലൈവ് ടെലികാസ്റ്റ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഗോഡ് ബ്ലെസ് യു. അതിലൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ഈ കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രത്യേകതയുള്ള ടോപ്പിക് ദ ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ജീസസ്, യേശുവിൻ്റെ രൂപാന്തരം. കഴിഞ്ഞ എപ്പിസോഡുകളിലായി എന്തുകൊണ്ട് ഇത് നടന്നു, അതിൻ്റെ പശ്ചാത്തലം, അതിലുൾപ്പെട്ട വ്യക്തികൾ, എന്തുകൊണ്ട് 3 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആധാരമായി നമ്മൾ എടുത്തിരിക്കുന്ന വചനഭാഗം മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം ആദ്യത്തെ 9 തിരുവചനങ്ങളാണ്. ആ വചനങ്ങളെ അടിസ്ഥാനമാക്കി അപ്പോൾ തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ ഈ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് കോർത്ത് ഇണക്കി നമ്മൾ പഠിക്കുമ്പോൾ യേശു തൻ്റെ ഈ ഭൂമിയിലെ ജീവിതകാലത്ത് 3 ശിഷ്യന്മാരെ മാത്രം ഒരു മലമുകളിലേക്ക് കൊണ്ടുപോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് യേശു രൂപാന്തരപ്പെട്ടു. തൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. തൻ്റെ വസ്ത്രം ഭൂമിയിലെ ഒരലക്കുകാർക്കും വെളുപ്പിക്കാൻ കഴിയാത്ത പോലെ വെണ്മയുള്ള ശോഭയുള്ളതായി മാറി. ഇങ്ങനെ ഒരു തേജസ് തന്നിൽ അവർ കണ്ടു. മാത്രമല്ല ദൈവശബ്ദവും ആ 3 ശിഷ്യന്മാർ കേട്ടു. എന്തുകൊണ്ട് ഈ 3 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, അതെല്ലാം നമ്മൾ വിശദമായി കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡുകൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ blessingtoday.tv എന്ന വെബ്സൈറ്റിൽ ഈ എപ്പിസോഡുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ പോയി അത് കാണാൻ കഴിയും. 2 പ്രിൻസിപ്പിൾസ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, സെപ്പറേഷൻ കംസ് ബിഫോർ റെവലേഷൻ. എന്ന് വെച്ചാൽ ദൈവിക വെളിപ്പാടുകൾ നാം സ്വീകരിക്കുന്നതിന് മുൻപ് ഒരു വേർപാട് ആവശ്യമാണ്. ഈ ശിഷ്യന്മാരെ നോക്കിയ 3 ശിഷ്യന്മാർ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, മറ്റുള്ള ലോകത്തിലുള്ള എല്ലാ വ്യക്തികളിൽ നിന്നും, എന്തിനു പറയുന്നു മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് പോലും അവർ ഒറ്റയ്ക്ക് യേശുവിനോടുകൂടെ സെപ്പറേറ്റഡായി മാറിയ സമയത്താണ് ഇത്രയും ആഴത്തിലുള്ള
ഒരു ദൈവിക ദർശനം, യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് അവരുടെ ജീവിതത്തിൽ ലഭിച്ചത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ദൈവത്തോടു കൂടെ ചേർന്ന് നിന്ന് സ്വീകരിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ സാധാരണ ജീവിതത്തിൽ നിന്നും എന്ന് വെച്ചാൽ ദിവസം തോറും ഒത്തിരി മനുഷ്യർ മൃഗജാതികളെ പോലെ എന്ന് വെച്ചാൽ മൃഗീയമായ എന്നുള്ള അർത്ഥത്തിലല്ല, സാധാരണ രീതിയിൽ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക, ജോലി ചെയ്യുക, ഉറങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അതുപോലെ ആയിപ്പോകാതെ കൂടുതൽ ദൈവത്തിൻ്റെ വചനം വായിക്കുക, കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ ദൈവത്തെ ആരാധിക്കുക, ഇതെല്ലാം ചെയ്യുന്നവർക്കാണ് ദൈവിക വെളിപ്പാട് ലഭിക്കുന്നത്. സെപ്പറേഷൻ കംസ് ബിഫോർ റെവലേഷൻ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, വി ഷുഡ് ലിവ് ബൈ റെവലേഷൻ ആൻഡ് നോട്ട് ബൈ സിറ്റുവേഷൻ. സാഹചര്യങ്ങൾ നോക്കി ഒരിക്കലും നമ്മൾ ജീവിക്കരുത്, മറിച്ച് ദൈവം തരുന്ന വെളിപ്പാട് നോക്കി വേണം ജീവിക്കാൻ. ഉദാഹരണത്തിന്, യേശു കർത്താവ് ദൈവമാണ് എന്നുള്ളൊരു വെളിപ്പാട് സ്വീകരിച്ച ഒരു വ്യക്തി സാഹചര്യങ്ങൾ നോക്കരുത്. ഒത്തിരി പേർ അങ്ങനെ കരുതുന്നില്ലായിരിക്കും, നോ പ്രോബ്ലം, ബട്ട് യു ക്യാൻ ലിവ് ബൈ ദാറ്റ് റെവലേഷൻ. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ദൈവം ഒരു വെളിപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. സാഹചര്യങ്ങൾ നോക്കരുത്, മനുഷ്യരെയും നോക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഈ ട്രാൻസ്ഫിഗറേഷൻ എന്ന ഇൻസിഡൻറ്റിനോട് ചേർന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ മറുരൂപ മലയുടെ മുകളിൽ 4 പേർ കയറിപ്പോയി. യേശു കൂടെ 3 ശിഷ്യന്മാർ. അവിടെ ചെന്നപ്പോൾ 2 പേർ വേറെ അവരെ ജോയിൻ ചെയ്തു. ആരൊക്കെയാണെന്ന് നമ്മൾ മത്തായി 17 നമ്മൾ വായിക്കുന്നുണ്ട്. ഏലിയാവും മോശയും. ഈ 2 പേർ കൂടെ ഇവരോടുകൂടെ ചേർന്ന് അങ്ങനെ മൊത്തം ഇപ്പോൾ അവിടെ 4 + 2 6 പേരുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വളരെ അതിശയകരമായി തോന്നുന്ന ഒരു കാര്യം, ഈ ഏലിയാവും മോശയും എങ്ങനെ അവിടെ വന്നു? എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഈ 2 പേരും ജീവിച്ചിരുന്നത്. അത് നമ്മൾ മറക്കരുത്. മോശയുടെ കാര്യം എടുത്താൽ ഈ സംഭവം നടക്കുന്നതിന് 1700 വർഷം മുമ്പാണ് മോശെ ജീവിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മോശെ അവിടെ വരികയാണ്. അതുപോലെ ഏലിയാവും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചത്. അദ്ദേഹവും അവിടെ വന്നിരിക്കുന്നു. ഒരു കാര്യം ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരിച്ചവർ മരിച്ചിട്ടില്ല. കുറച്ചുകൂടി ഭാഷ മാറ്റി പറയാം, മരിച്ചവർ ഇല്ലാതായി തീർന്നിട്ടില്ല. ദ ഡെഡ് പീപ്പിൾ ആർ നോട്ട് എക്സ്റ്റിങ്ക്റ്റ്, ദേ എക്സിസ്റ്റ്. മരിച്ചുപോയ വ്യക്തികൾ എങ്ങോട്ടോ ഇല്ലാതായി പോയി എന്ന് ആരും ചിന്തിക്കരുത്. നിങ്ങളുടെ വീട്ടിൽ മരിച്ചുപോയ പലരും കാണും, അവരെല്ലാം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ള വലിയൊരു സന്തോഷ വാർത്തയാണ് ഈ ട്രാൻസ്ഫിഗറേഷൻ എപ്പിസോഡിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, എന്നാൽ കുറേയധികം അന്ധവിശ്വാസങ്ങൾ വേറെയും പ്രചരിക്കുന്നുണ്ട്. മരിച്ചുപോയ ആളുകളൊക്കെ ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുമെന്നും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഇടയ്ക്കൊക്കെ വന്ന് കാണുമെന്നും ശല്യപ്പെടുത്തുമെന്നൊക്കെ ഉള്ള പല ചിന്തകളുണ്ട്. ആ അന്ധവിശ്വാസത്തെ അടിസ്ഥാനമാക്കി പലരും പല പ്രിപ്പറേഷൻസൊക്കെ വീടുകളിൽ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ അവർ തിരിച്ചു വരാതിരിക്കാനുള്ള പ്രീക്കോഷൻസ്, ഉപദ്രവിക്കാതിരിക്കാനുള്ള പ്രീക്കോഷൻസ്, ഇതൊക്കെ. ചിലരൊക്കെ ദുസ്വപ്നങ്ങൾ കാണും, കണ്ടു പേടിക്കും. ഇത് അവിടെ അപ്പൂപ്പൻ വന്ന് നിൽക്കുന്നു, അമ്മൂമ്മ വന്ന് നിൽക്കുന്നു, അടുത്ത വീട്ടിൽ മരിച്ചുപോയ ആൾ ഇവിടെ വന്ന് നിൽക്കുന്നു. ഇതൊക്കെ തെറ്റായ ധാരണകളാണ്. ഇനി ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത്, മരിച്ചുപോയ വ്യക്തികൾ they are not free to roam about. ഒരിക്കലും അവർ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടക്കാൻ അവർക്ക് അനുവാദം കൊടുത്തിട്ടില്ല. ദൈവം ഒരിക്കലും അവർക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ടില്ല. മരിച്ചുപോയ വ്യക്തികളെ ദൈവം ആക്കി വെച്ച ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സ്ഥാനങ്ങളിൽ അവരുണ്ട്. അവർക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കാൻ സാധ്യമല്ല. റെയർ ഒക്കേഷൻസിൽ ചിലർക്ക് ദൈവം ഇതുപോലെ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. ദൈവപുത്രൻ
മറുരൂപമലയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, പഴയ നിയമത്തിൽ ജീവിച്ച് ശുശ്രൂഷ തീർത്ത് പോയ 2 പേർ വന്ന് യേശുവുമായി ഡിസ്കഷൻസ് നടത്തുകയാണ്. അതിലെ 2 വ്യക്തികളെ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഒന്ന്, നാം അവിടെ കാണുന്നത് മോശെയാണ്. രണ്ടാമത്തത് ഏലിയാവ്. ഇവിടെ മോശെ ആദ്യം നമുക്കൊന്ന് എടുത്തു നോക്കാം. മോശെ പ്രതിനിധാനം ചെയ്യുന്നത് ന്യായപ്രമാണത്തെയാണ്. കാരണം സകല ന്യായപ്രമാണവും ഈ ഭൂമിയിലേക്ക് വന്നത് മോശെ മുഖാന്തരമാണ്. സോ മോസസ് റെപ്രസെന്റ്സ് ദ ലോ. ഇനി ഏലിയാവാണെങ്കിൽ പ്രവാചകന്മാരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സകല പ്രവാചകന്മാരെയും പ്രതിനിധീകരിച്ച് നിൽക്കുന്നതായി നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ മോശയും ഏലിയാവും പ്രതിനിധീകരിക്കുന്നത് ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയുമാണ്. എന്ന് വെച്ചാൽ ദ എൻറ്റയർ ഓൾഡ് ടെസ്റ്റമെന്റ്, മുഴുവൻ പഴയ നിയമത്തെയും പ്രതിനിധീകരിക്കാൻ 2 വ്യക്തികൾ. ഈ 2 വ്യക്തികളും വന്ന് നിൽക്കുവാൻ കാരണം ക്രിസ്തു മശിഹ ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമാണ്. സകലത്തിൻ്റെയും നിവർത്തി വരുത്തുവാൻ, സകല പ്രവചനങ്ങളെയും നിവർത്തിക്കുവാൻ, ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ യേശു അവിടെ വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ മേലും പ്രവാചകന്റെ മേലും പ്രവചന ശുശ്രൂഷയുടെ മേലും സകലത്തിൻ്റെ മേലും സുപ്പീരിയർ ആണ്. അവനുമായി ഒരു ഡിസ്കഷനു വേണ്ടിയാണ് അവർ 2 പേരും അവിടെ ഇറങ്ങി വന്ന് നിൽക്കുന്നത്. ആവർത്തന പുസ്തകം 34 വായിക്കുമ്പോൾ, യൂദായുടെ ലേഖനം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മോശെ എപ്പോഴോ മരിച്ച് അവൻ്റെ ശവക്കുഴി എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരെ വിശ്വസിക്കാൻ ദൈവം തന്നെയാണ് അവൻ്റെ ഫ്യൂണറൽ നടത്തിയത്. അത്രത്തോളം മോശയുടെ ശരീരം ദൈവത്തിന് വിലപ്പെട്ടതായിരുന്നു. ദൈവത്തിൻ്റെ തേജസ് കയറി ഇറങ്ങിയ ശരീരമാണ് മോശയുടെ ശരീരം. ദൈവം മോശയുടെ ശരീരത്തെ ഒത്തിരി ആദരിച്ചു. എന്നാൽ ഇവിടെ നാം കാണുന്നത് മരിച്ച മോശെ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും വേർപെട്ടു പോയ മോശെ തൻ്റെ സോൾ ആൻഡ് സ്പിരിറ്റ് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നു. മശിഹയുമായി ഒരു വലിയ വീണ്ടെടുപ്പ് എന്ന പ്രോജക്റ്റ് നിവർത്തിയാക്കുവാൻ ഭൂമിയിലേക്ക് വന്ന മശിഹയോട് മറ്റൊരു യുഗത്തിൽ ന്യായപ്രമാണത്തിൻ്റെ എല്ലാത്തിൻ്റെയും ചാനലായി നിന്ന മോശെ വന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അതിലുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരീരം നഷ്ടപ്പെട്ടാലും ആത്മാവും പ്രാണനും ജീവിച്ചിരിക്കുന്നു, വീണ്ടും അവരുടെ നിത്യതയിലേക്ക് ജീവിതം കണ്ടിന്യൂ ചെയ്യുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി മുഴുവൻ യേശുവിലാണ് ഇരിക്കുന്നത്, നമ്മൾ മറക്കരുത്. ഇങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങളാണ് മോശെ അവിടെ പ്രത്യക്ഷനായി എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അവരും തേജസ്സിലാണ് പ്രത്യക്ഷരായിരിക്കുന്നത്. ഏലിയാവ് ഈ സംഭവം നടക്കുന്നതിന് ഏകദേശം 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. എന്നാൽ സകല പ്രവാചകന്മാരെയും പ്രവചനത്തെയും പ്രതിനിധീകരിച്ച് താൻ വന്നിരിക്കുകയാണ്. ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 31-ാമത്തെ വാക്യം. അനന്തരം യേശു പന്തിരി വരെ വേറിട്ട് കൊണ്ടുപോയി അവരോട് പറഞ്ഞു, നോക്കൂ, നാം യെരുശലേമിലേക്ക് പോകുകയാണ്. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിട്ടുള്ളതെല്ലാം നിറവേറും. യേശുവിന് തന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതെല്ലാം നിറവേറും. നിങ്ങളെക്കുറിച്ചും ദൈവം പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ നിറവേറും. അത് പാഴായി പോകുകയില്ല. വാഗ്ദത്തങ്ങൾ നിറവേറും. അത് പാഴായി പോകുകയില്ല. എന്നാൽ ഏലിയാവ് ഇവിടെ വന്നു നിന്ന് ഈ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയായിരിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ കൂടെ നമുക്ക് ഈ സമയത്ത് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് ലഭിപ്പാനിരുന്ന കൃപയെക്കുറിച്ച് സംസാരിച്ച പ്രവാചകർ ഈ രക്ഷയെ സംബന്ധിച്ച് അത്യന്തം സൂക്ഷ്മതയോടെ അന്വേഷിച്ചിരുന്നു. പഴയ നിയമകാലത്ത് പ്രവാചകന്മാർ
ഒത്തിരി ഡീറ്റെയിൽഡായി ദൈവത്തോട് ചോദിച്ച് വെളിപ്പാടുകൾ സ്വീകരിച്ചിരുന്നു. നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച്, അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് ഉണ്ടാകാനിരുന്ന കഷ്ടതകളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച് പ്രവചിച്ചപ്പോൾ സൂചിപ്പിച്ചതെന്നും ഏത് സമയത്തേക്കുള്ളതെന്നും അവർ ആരാഞ്ഞു നോക്കി. നോക്കൂ, പ്രവാചകന്മാർ യേശുവിന് ഭവിക്കുവാനിരിക്കുന്ന ആ കഷ്ടതയെക്കുറിച്ചും പ്രവചനം നിറവേറേണ്ടതിനെക്കുറിച്ചുമെല്ലാം വളരെ ഡീറ്റെയിൽഡായി സൂക്ഷ്മതയോടെ അവർ ആരാഞ്ഞ് ചോദിച്ച് ദൈവത്തോട് മനസ്സിലാക്കിയിരുന്നു. ആ പ്രവചനങ്ങളാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഇതെല്ലാം നിറവേറുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാൻ വേണ്ടി ഏലിയാവ് എന്ന പ്രവാചകൻ അവിടെ വന്നു നിൽക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യേശുവിനോട് സംസാരിച്ചുകൊണ്ട് തേജസ്സോടെ പ്രത്യക്ഷരായി അദ്ദേഹം ജെറുസലേമിൽ നിറവേറ്റാനിരുന്ന തൻ്റെ നിര്യാണത്തെക്കുറിച്ച് അവർ സംസാരിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ 9:31 നമ്മൾ കാണാം, they spoke about his departure which he was about to bring to fulfillment at Jerusalem. ഇത് രണ്ടും നമ്മൾ ചേർത്ത് പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. തീർച്ചയായും യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തു, സംസാരിച്ചു. ആരൊക്കെ? യേശുവും ഏലിയാവും മോശയും. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ അവിടെ നമ്മൾ കാണുന്ന ഡിപ്പാർച്ചർ എന്നുള്ളൊരു വേർഡ് കൂടിയാണ്. ഇത് പഴയ നിയമത്തിലെ എക്സോഡസ് അല്ലെങ്കിൽ പുറപ്പാട് എന്നതിന് ഈക്വലൻ്റാണ്. എന്ന് വെച്ചാൽ മോശയും യേശുവും തമ്മിൽ സംസാരിച്ചത് ഒരു എക്സോഡസിനെ കുറിച്ചാണ്, ഒരു പുറപ്പാടിനെ കുറിച്ചാണ്. മോശയുടെ കാലത്ത് ഒരു വലിയ പുറപ്പാടുണ്ടായിരുന്നു. അനേക ലക്ഷങ്ങളെ മോശയുടെ നേതൃത്വത്തിൽ ദൈവം ഈജിപ്തിൽ നിന്നും പുറപ്പെടുവിച്ച് വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുവന്നു. മാനവ ചരിത്രത്തിൽ നടന്നിട്ടുള്ളതിൽ ഏറ്റവും റിസ്കിയായ, ഏറ്റവും അപകടം പിടിച്ച, അഡ്വഞ്ചറസ് ആയ ഒരു ജേണിയായിരുന്നു 30 ലക്ഷത്തോളം ആളുകളെ ഒരൊറ്റ മനുഷ്യൻ പുറപ്പെടുവിച്ച്, ഒരു രാജ്യത്ത് നിന്ന് പുറപ്പെടുവിച്ച് വേറൊരു രാഷ്ട്രമാക്കി മാറ്റിയത്. ഇതുപോലെ യേശു പുതിയ നിയമത്തിലെ ഒരു എക്സഡസ് ആരംഭിക്കുകയാണ്. ആ എക്സഡസ് എന്താണെന്നറിയാമോ? പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, സകല രോഗങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും മനുഷ്യരെ വിടുവിച്ചെടുത്ത് യേശു തന്നെ മുമ്പിൽ ക്യാപ്റ്റനായി നിന്നുകൊണ്ട് ഒരു പുതിയ ജനത അല്ലെങ്കിൽ ഒരു പുതിയ വംശത്തിന് നേതൃത്വം കൊടുത്ത് വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിക്കുക. അതാണ് അവിടെ നടക്കുന്നത്. ഇനി ഏലിയാവിൻ്റെ കാര്യം എടുത്തു നോക്കാം. ഏലിയാവ് എന്തായിരിക്കും അവിടെ സംസാരിച്ചിരിക്കുന്നത്? ഏലിയാവ് ചെയ്തതിൽ ഏറ്റവും വലുതാണ്, ഒരു വലിയ യാഗം കഴിച്ച് ദൈവത്തിൽ നിന്ന് തീയ ഇറക്കി. യേശുവും ഒരു യാഗം കഴിച്ചു, തന്നെത്താൻ യാഗമായി അർപ്പിച്ചു. കാളകളെയല്ല, സ്വന്തം ജീവനെ യാഗമായി അർപ്പിച്ചു. എന്നിട്ട് അതിൽ പ്രസാദിച്ച ദൈവം പരിശുദ്ധാത്മാവ് എന്ന തീയ് നമുക്ക് വേണ്ടി അയച്ചു തന്നു. ആ തീ ഇറങ്ങിയത് യേശുവിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചപ്പോൾ മാത്രമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അതിഭയങ്കരമായ ഒരു ഡിവൈൻ കൗൺസിൽ അവിടെ നടക്കുകയാണ്. അതിഭയങ്കരമായ ഒരു ഡിസ്കഷൻ അവിടെ നടക്കുകയാണ്. ശിഷ്യന്മാർ അവിടെ ഇതിന് ദൃക്സാക്ഷികളായി ഇരിക്കുന്നു. ഇത് ഞാൻ തുടർന്നേ പറ്റൂ. ഇനിയും ചില കാര്യങ്ങൾ കൂടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ അടുത്ത തിങ്കളാഴ്ച മുതൽ ഞാൻ വീണ്ടും ഈ സന്ദേശം തുടരുന്നതായിരിക്കും. എന്നാൽ തുടർന്ന് നമുക്കിപ്പോൾ മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം. നാളെ മറ്റു ചില സന്ദേശങ്ങൾ നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഓവർ ടു മിറക്കിൾസ് ടുഡേ സെഗ്മെന്റ്. രാഗിണി എന്നാണ് ഈ സിസ്റ്ററിൻ്റെ പേര്. മാവേലിക്കരയിൽ നിന്ന് വരുന്നു. ഈ സിസ്റ്ററിന് 22 വർഷം മുൻപ് തലയിൽ ഒരു തേങ്ങ വീണു. 22 വർഷം മുമ്പ് തേങ്ങ വീണു എങ്കിലും അതിൽ നിന്ന് വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ് ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക, വേദന ഉണ്ടാകും, തലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വേദന ഉണ്ടാകുമായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പോയി. കൂട്ടത്തിൽ ചെവിക്ക് കേൾവിക്കുറവും വന്നിരുന്നു, ഒരു ചെവിക്ക്. അത് പക്ഷേ ഇങ്ങനെ കൊണ്ട് നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. വലത് ചെവിക്കാണ് പ്രോബ്ലം. ഇടത് ചെവി ഓക്കെയാണ്. പക്ഷേ ഈ ജൂൺ മാസം 18-ാം തീയതി ബ്രദർ ഡാമിയൻ TV പ്രോഗ്രാമിലൂടെ
വിളിച്ചു പറഞ്ഞു, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന ഒരു വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന്. ചെവിയിലൂടെ പഴുപ്പ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ ആൻറ്റി ചെയ്തത് നാണമായിരുന്നുകൊണ്ട് അത് ഏറ്റെടുത്തില്ല. ഈ ആൻറ്റിക്ക് നാണമായിരുന്നു. അത് ഇങ്ങനെയുള്ളതാണോ ആദ്യമായിട്ട് കേൾക്കുന്നത്? സൗഖ്യം ഏറ്റെടുക്കാൻ നാണോ? അത് അങ്ങനെ പറയുമ്പോൾ അത് എനിക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ഏറ്റെടുത്തില്ല, നേരിട്ട് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ അത് വിട്ടുപോയി. പക്ഷെ എങ്കിലും സൗഖ്യം അവിടെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൽ സംഭവിച്ചതുകൊണ്ട് ആന്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കായംകുളത്ത് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് വന്നപ്പോൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്ന് വരെ ചെവിയിൽ നിന്ന് പഴുപ്പോ വേദനയോ ഒന്നുമില്ല, പൂർണ്ണമായിട്ട്. വളരെ വർഷങ്ങൾ പഴക്കമുള്ള രോഗത്തെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. ആരാണ് ആന്റിയെ സൗഖ്യമാക്കിയെന്ന് പറയാം? ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ടുഡേയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ. ബ്ലെസ്സിംഗ് ടുഡേ ഞാൻ 1 വർഷം കൊണ്ട് കാണുന്നതാണ്. ജൂലൈ 17-ാം തീയതി 1 വർഷം കഴിഞ്ഞു. എന്താ പറയാനുള്ളത് പറഞ്ഞോ? എല്ലാവരും ബ്ലെസ്സിംഗ് ടുഡേ കാണണം. രാവിലെ 7 മണിയാകുമ്പോൾ അത് ഞാൻ ദിവസവും കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് എല്ലാം ദൈവം കുറച്ച് തരുന്നുണ്ട്. ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അസ്ഥികളിലെ വേദനകളും പ്രശ്നങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ, വിടുതലുണ്ടാകട്ടെ. നിങ്ങളുടെ രോഗങ്ങൾ എന്തു തന്നെയായിരുന്നാലും, നിങ്ങളുടെ രോഗം ഞാൻ പറയണമെന്നില്ല, പേര് പറയണമെന്നില്ല, ഇപ്പോൾ ഈ TV സ്ക്രീനിലേക്ക് കൈനീട്ടി സൗഖ്യത്തെ സ്വീകരിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ വാതരോഗങ്ങൾ സൗഖ്യമാകട്ടെ, പനി വിട്ടുമാറട്ടെ, ഛർദി വരുന്ന, രക്തം ഛർദിക്കുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. ഹാർട്ടിൻ്റെ രോഗങ്ങൾ മാറട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ, വലുതും ചെറുതുമായ എല്ലാ രോഗങ്ങളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. പരാജയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ യേശു നിങ്ങളെ കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നൽകുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നാലും ഇപ്പോൾ വിശ്വസിക്കുക, ഒന്നും നോക്കാതെ അന്ധമായി വിശ്വസിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. നാളെ കാഞ്ഞങ്ങാട് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നു. വെള്ളിയാഴ്ച തലശ്ശേരിയിൽ നടക്കുന്നു. ശനിയാഴ്ച കോഴിക്കോട് നടക്കുന്നു. തീർച്ചയായും വരണം. അവിടെ വരുമ്പോൾ ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണമായ ആശിഷമാരി വാങ്ങാൻ മറക്കരുത്. അതുപോലെ വിലയേറിയ ജീവിതം എന്നുള്ള സന്ദേശ പരമ്പര വാങ്ങാൻ മറക്കരുത്. മറ്റ് പല സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വാങ്ങുവാൻ ലഭിക്കും. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ. വെൽക്കം ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം, ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയും. ഈ വാക്യം ബൈബിളിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ്? I would lay down my life for you. In which book of the Bible is this verse found? Options: A. Mattai, B. Ephesier, C. Jacob, D. Yohanan. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്.
പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4 222 111 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.